മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. ഏറ്റവും ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ എങ്ങനെയാണ് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. ചില റെസിപ്പീസിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒരു 5-6 മണി ചനാഡാളും പിന്നെ 5-6 മണി ഉഴുന്നൊക്കെ ചേർക്കാൻ പറയാറുണ്ട്. പക്ഷെ ഞാൻ സാധാരണ രീതിയിൽ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും ചേർക്കാറില്ല. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഒരു പാനിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണ ചൂടായി കഴിയുമ്പം നമുക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. അങ്ങനെ കടുക് പൊട്ടിക്കഴിയുമ്പം നമുക്കിതിലോട്ട് നിറയെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പിലയുടെ കൂടെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഫസ്റ്റ് തന്നെ തുടക്കത്തിൽ തന്നെ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസിന് നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇതിന് ശേഷം നമുക്കൊരു ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ കുട്ടികൾക്കും കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ഉണക്കമുളക് പൊട്ടിച്ചിടാം. എന്നിട്ട് ഫ്യൂ സെക്കൻഡ്സ് വീണ്ടും ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു വലിയൊരു സവോള ഇതേപോലെ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവോള ചേർക്കുമ്പം നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ റൈസിനുള്ള അരി, അതായത് ബസ്മതി അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നേരത്തെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേവിച്ചപ്പോൾ ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചത്. അതുകൊണ്ട് നിങ്ങളും ഉപ്പിട്ടാണ് വേവിക്കണമെങ്കിൽ ഇതിലോട്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കാം, ഉപ്പ് കൂടിപ്പോരുത്. അപ്പോൾ ഇതേപോലെ ചേർത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ സോട്ട് ചെയ്ത് ഒരുപാട് അങ്ങോട്ട് കാരമലൈസ് ആയി ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി തുടങ്ങിയാൽ മതി. ആ സമയത്ത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഗരം മസാലയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റുമാണ്. അപ്പോൾ ഈ ഗരം മസാലയിലോട്ട് ഞാൻ എന്തൊക്കെ ഇട്ട് പൊടിച്ചതെന്ന് പറയാം. ഞാനൊരു ചെറിയൊരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ഏലക്കയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളിട്ട് നന്നായിട്ട് പൊടിച്ചതാണ്. അപ്പോൾ ആ പൊടിച്ചെടുത്ത ഗരം മസാല നമുക്ക് ഇതിലോട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടെ ചേർക്കണം. ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കിയത് 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. വലിയ വെളുത്തുള്ളി ഞാൻ എടുത്തത്. ഇപ്പം ഞാൻ ആദ്യം ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. നമ്മൾ പാക്കറ്റിൽ കിട്ടുന്ന ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ പറയുന്ന രീതിയിൽ ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ ഗരം മസാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൊമാറ്റോ റൈസിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ 3 വലിയ വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരല്പം എണ്ണയും കൂടി ഇട്ട് മിക്സിയിൽ അടിച്ചപ്പോൾ നല്ല പേസ്റ്റായി കിട്ടും. നമ്മൾ ഇച്ചിരി എണ്ണയും കൂടി വെച്ച് അരയ്ക്കുവാണെങ്കിൽ നല്ല പേസ്റ്റായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ചേർക്കുന്നത്. ചെറിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ 4 വെളുത്തുള്ളി വരെയൊക്കെ എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ഇതേപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ, അതായത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എരിവ് അനുസരിച്ച് ഇത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതെൻ്റെ കുട്ടികൾക്കും കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ പച്ചമുളക് അരിഞ്ഞിടുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ നമുക്കിതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. മല്ലിപ്പൊടിയുടെ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കൂടാൻ പാടില്ല. ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ ചേർത്തിട്ടുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് നല്ല ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടത്. ഞാനിപ്പോൾ ഇട്ടത് ഒരു നുള്ള് കുരുമുളക് പൊടിയാണ്. ടൊമാറ്റോ റൈസിൽ കുരുമുളക് പൊടി ചേർക്കുന്നത് ഒരു പ്രത്യേക ഒരു സ്വാദാണ്. അതും ഒരുപാടൊന്നും ചേർക്കണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവ് അനുസരിച്ച് ചേർക്കുക. കൂടെ പോയാൽ ഭയങ്കര കുത്തലും ഭയങ്കര എരിവായിരിക്കും. അതുകൊണ്ട് ഒരല്പം കുരുമുളക് പൊടി മാത്രം ചേർത്താൽ മതി. അപ്പോൾ അതുകൂടെ ചേർത്ത് ഇതേപോലെ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഈ സ്പൈസുകളുടെ ആ ഒരു പച്ചമണം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് മാറണം. അത് ഫുള്ളി മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഞാനിവിടെ ഇതിലോട്ട് ഇതേപോലത്തെ ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കാൻ പോകുന്നത്. ഇത് 3 മീഡിയം സൈസ്ഡ് ടൊമാറ്റോ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയതാണ്. അത് ഇതിലോട്ട് ഞാൻ ചേർക്കുവാണ്. എന്നിട്ട് വീണ്ടും നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതേപോലെ അങ്ങോട്ട് ഇളക്കിയെടുക്കാം. നമ്മൾ ആദ്യം സവോളയും സ്പൈസസും ഇട്ട് ഇളക്കിയില്ലേ, അപ്പോഴൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ടാലും പൊടികളൊക്കെ കരിഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കാം.
ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും നിങ്ങൾ തക്കാളി ഏറ്റവും ലാസ്റ്റ് ചേർക്കുക. അതായത് നമ്മുടെ പൊടികളൊക്കെ ഇട്ട് അതിൻ്റെ പച്ചമണം മാറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഈ തക്കാളിയുടെ പേസ്റ്റ് ചേർക്കേണ്ടത്. കാരണം എന്താണ്, തക്കാളിയുടെ പേസ്റ്റ് ചേർക്കുവാണെങ്കിൽ ആ ഒരു റോ സ്മെല്ല് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത്രയ്ക്ക് ടേസ്റ്റ് വരില്ല നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ. അപ്പോൾ പച്ചമണം മാറിയതിന് ശേഷം ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തക്കാളിയുടെ പച്ചമണം ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി അരിയാണ്. ഞാൻ 1 ഗ്ലാസ് അരിയാണ് ഞാൻ വേവിച്ചത്, ഉപ്പിട്ട് വേവിച്ചെടുത്ത ബസ്മതി അരിയാണ്. അപ്പോൾ അതെടുത്ത് നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ ചേർക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാണ്ട് നമ്മൾ ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം കുറേശ്ശെ ഈ വേവിച്ചെടുത്തിട്ടുള്ള ബസ്മതി അരി ചേർക്കേണ്ടത്. അപ്പോൾ ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പെല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഉപ്പ് കുറവ് തോന്നിയതുകൊണ്ട് ഞാൻ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കതങ്ങോട്ട് ചേർക്കാം. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ട് അങ്ങോട്ട് ഇളക്കുവാണെങ്കിൽ ചിലപ്പോൾ അത് കുഴഞ്ഞ് പൊട്ടി ഉടഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് മല്ലിയിലയും ചേർക്കാം. ഞാൻ ധാരാളം മല്ലിയില ചേർക്കുന്നത് നല്ലതാണ്, അതും കൂടെ ചേർക്കാം. എന്നിട്ട് ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ടൊമാറ്റോ റൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ഗ്ലാസ് ബസ്മതി അരി എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്റ്റാൻഡേർഡ് ഗ്ലാസ്സാണത്. അപ്പോൾ ഇതിലാണ് ഞാൻ ഈ ഒരു ഫുൾ ഗ്ലാസ് അരി എടുത്തിട്ടാണ് ഇങ്ങനെ വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞിട്ടുള്ള ഇതേ അളവിലും മെഷർമെൻറ്റിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോഴും പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.